എന്തൊക്കെ തരത്തിലുള്ള കളികളാണ് കുഞ്ഞിനോടൊപ്പം കളിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങളോടൊപ്പം നമുക്ക് പ്രിട്ടൻഡ് പ്ലേ കളിക്കാൻ പറ്റും. അതായത് കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ്, അതുപോലെ തന്നെ പ്രിട്ടൻഡ് ഡ്രൈവിംഗ്, പ്രിട്ടൻഡ് ഷോപ്പിംഗ്, ഇങ്ങനെയുള്ള കളികൾ കളിക്കാൻ പറ്റും. രണ്ടാമത് സെൻസറി പ്ലേ, ഉദാഹരണത്തിന് സാൻഡ് പ്ലേ, വാട്ടർ പ്ലേ, അതുപോലെ തന്നെ വിഷ്വൽ സെൻസറി പ്ലേ ലൈക്ക് ബബിൾസ് ഊതുന്നത്, പാട്ട് പാടിക്കൊടുക്കുന്നത്, തിരിച്ചു പാടാൻ ശ്രമിക്കുന്നത്, ആക്ഷൻ സോങ്സ്, പൂക്കൾ മടക്കുന്നത്, കുഞ്ഞിനോടൊപ്പം മൂവ് ചെയ്യുന്നത്, കുഞ്ഞിനെ ആനപ്പുറത്തിരിക്കുന്ന പോലെ തന്നെ ഇരുത്തി ആന കളിക്കുന്നത്, ഇങ്ങനെയുള്ള കളികളെല്ലാം കുഞ്ഞ് നന്നായിട്ട് എൻജോയ് ചെയ്യും. കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത് നന്നായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. കളിയോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പഠിപ്പിക്കാൻ പറ്റും. കളിയുടെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ബ്ലോക്സ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് താഴേക്ക് പോകും. ഈ ബ്ലോക്സ് നമുക്ക് എങ്ങനെ താഴേക്ക് വീഴാതെ എങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ പറ്റും എന്ന് കുഞ്ഞിനോട് ചോദിക്കുക. എങ്ങനെ താഴെ പോകാതിരിക്കാൻ പറ്റും? അപ്പൊ കുഞ്ഞ് ചിന്തിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനും പഠിക്കുക. ഇനിയൊരു പ്ലേ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് പ്ലേ. ഉദാഹരണത്തിന് പസിൽസ് വെച്ച് ഷേപ്സ്, കളേഴ്സ് ഒക്കെ പഠിക്കുക. അതുപോലെ ആനിമൽസ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, ഇവയുടെയൊക്കെ പേരുകൾ പഠിക്കുക. ഇങ്ങനെയുള്ള ഒരു ടേബിൾ ടോപ്പ് ടാസ്കുകൾ കൊടുക്കുന്നതിലൂടെ കുഞ്ഞിന് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, അതോടൊപ്പം തന്നെ അക്കാഡമിക് കോൺസെപ്റ്റ്സ് ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയും. കുഞ്ഞിന്റെ കൂടെ എത്ര നേരം നമ്മൾ കളിക്കണം? നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ പ്രായവും കുഞ്ഞിന്റെ ഇഷ്ടവും കണക്കിലെടുത്ത് വേണം തീരുമാനിക്കും. 1 മണിക്കൂർ വരെ നമുക്ക് ഒരു ദിവസം കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കാൻ പറ്റും, കുറഞ്ഞത്. പിന്നെ ഈ 15 മിനിറ്റ് കളിക്കുമ്പോൾ നമ്മൾക്ക് കുഞ്ഞിന് ഒരേ കളി ആയിരിക്കത്തില്ല കളിക്കുന്നത്. കുഞ്ഞിന് ചിലപ്പോൾ ഒരു കളി 3 മിനിറ്റോ 2 മിനിറ്റോ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുഞ്ഞിന്റെ ഇഷ്ടം അനുസരിച്ച് കളികളും മാറിക്കൊണ്ടിരിക്കണം.